നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട കോയിപ്പുറം മർദ്ദനക്കേസിൽ കൂടുതൽ ഇരകളുണ്ടെന്ന സംശയത്തിൽ പോലീസ്. യുവാക്കളെ കൂടാതെ മറ്റ് രണ്ടുപേരും മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടോ എന്നാണ് അന്വേഷിക്കുന്നത്. മുഖ്യപ്രതി ജയേഷിന്റെ ഫോണിലെ രഹസ്യ ഫോൾഡറുകളിലുള്ള ദൃശ്യങ്ങൾ കേസിൽ നിർണായകമാണ്. ആലപ്പുഴ നീലംപേരൂർ സ്വദേശിയായ 19-കാരൻ, റാന്നി സ്വദേശിയായ 30-കാരൻ ജയേഷും ഭാര്യ രശ്മിയും അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ രണ്ടുപേരുടെ പരാതിയാണ് നിലവിൽ പോലീസിന്റെ മുന്നിൽ എത്തിയത്. മറ്റ് രണ്ടുപേരും സമാന രീതിയിൽ കോയിപ്പുറത്തെ വീട്ടിൽ വെച്ച് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയായോ എന്ന സംശയം പോലീസിനുണ്ട്. എന്നാൽ നിലവിലെ പരാതിക്കാർ തന്നെ പോലീസിനോട് ആദ്യഘട്ടത്തിൽ മൊഴി നൽകാൻ സഹകരിച്ചിരുന്നില്ല. അറസ്റ്റിലായ രശ്മിയുടെ ഫോണിൽ 5 വീഡിയോ ക്ലിപ്പുകൾ ആറന്മുള പോലീസ് വീണ്ടെടുത്തിരുന്നു. അതിൽ നിന്നാണ് 2 യുവാക്കളുടെ മർദ്ദന ദൃശ്യങ്ങൾ കിട്ടിയത്. മുഖ്യപ്രതിയായ ജയേഷിന്റെ ഫോണിൽ ഒരു രഹസ്യ ഫോൾഡർ ഉണ്ട്. അതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ അന്വേഷണ സംഘം ശ്രമം തുടങ്ങി. ആ ഫോണിൽ കൂടുതൽ ഇരകൾ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ കേസിന്റെ സ്വഭാവം തന്നെ മാറും. സാമ്പത്തിക ലാഭത്തിനായുള്ള ഹണി ട്രാപ്പ്, ആഭിചാരം, അവിഹിതം അങ്ങനെ പല കഥകളും കേൾക്കുന്ന കേസിൽ കുറ്റകൃത്യത്തിന്റെ യഥാർത്ഥ കാരണം പോലും അവ്യക്തമാണ്. എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇവർക്ക് ഉണ്ടായതിനെക്കുറിച്ച് സഹതപിക്കുന്നവരും എന്നാൽ ഇവർക്ക് കണക്കിൽ കിട്ടി കാര്യമായി പോയി എന്ന് പറയുന്നവരുടെ എണ്ണവും കൂടുതലാണ്. അവിഹിതം തേടി പോയതല്ലേ, സ്വന്തം ഭാര്യയോ സ്വന്തം കാമുകയോ പറ്റിച്ചൊക്കെ തന്നെ മറ്റുള്ളവരുടെ സുഖം തേടി പോയതല്ലേ, എന്നാൽ പിന്നെ കിട്ടട്ടെ, കണക്കിന് കിട്ടട്ടെ എന്ന ചോദ്യമാണ് ഉള്ളത്. അല്ലെങ്കിൽ കണക്കിന് കിട്ടട്ടെ എന്നാണ് പലരും പറയുന്നത്. മാത്രമല്ല, സാധാരണഗതിയിൽ സമൂഹ മാധ്യമങ്ങളിലും ഇത്തരം ഒരു വികാരം ഉണരുന്നുണ്ട്. ഇത്തരത്തിൽ ഭാര്യമാരെ പറ്റിച്ച, കാമുകിമാരെ പറ്റിച്ച, മറ്റുള്ളവരെ സുഖം തേടി പോകുന്നവർക്ക് ഇത് തന്നെയാണ് മാതൃക എന്നൊക്കെ തന്നെ പറയുന്നവരുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ പറഞ്ഞു തള്ളാൻ കഴിയില്ല. കാരണം തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരുടെ വികാരമാണ് അവിടെ ഉണ്ടായത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അത്രയും ക്രൂരമായാണ് ഇവർ ഈ യുവാക്കളെയൊക്കെ തന്നെ പീഡിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഭാര്യ രശ്മിയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിൽ സുഹൃത്തുക്കളെ വീട്ടിൽ കെണിയൊരുക്കി ജയേഷ് മർദ്ദിച്ചു എന്നാണ് ഇതുവരെയുള്ള പോലീസ് നിഗമനം. മർദ്ദന കേസിലെ കൂടുതൽ സംശയങ്ങൾ നീക്കാൻ പരാതിക്കാരായ യുവാക്കളുടെ മൊഴി വീണ്ടും ശേഖരിക്കും. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാൻ കോയിപ്പുറം പോലീസ് നാളെ അപേക്ഷ നൽകും. വിശദമായ ചോദ്യം ചെയ്യലും ശാസ്ത്രീയ അന്വേഷണവും കേസിലെ ദുരൂഹത നീക്കുമെന്നതാണ് പോലീസ് പറയുന്നത്. ഈ കേസിൽ കോടതി ഇരുവരെയും ആറന്മുള പോലീസിന് വിട്ടു നൽകിയിരുന്നു. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ ഇവർ ഇപ്പോൾ കൊട്ടാരക്കര സബ് ജയിലിലാണ്. ഇരുവരെയും കൂടുതൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിൽ വാങ്ങാനാണ് തീരുമാനം. യുവാക്കളെ മർദ്ദിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ രശ്മിയുടെ മൊബൈൽ ഫോണിൽ നിന്ന് പോലീസിന് കണ്ടെത്തിയിട്ടുണ്ട്. ജയേഷിന്റെ ഫോണിലും കൂടുതൽ ദൃശ്യങ്ങളുണ്ട്. സേഫ് ഫോൾഡറിൽ സൂക്ഷിച്ചിരുന്ന ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. പ്രതികളുടെ ഫോൺ സംഭാഷണം പരിശോധിക്കും. ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചും കെട്ടിത്തൂക്കിയിട്ട് നഖത്തിനടിയിൽ മുട്ടുസൂചി കയറ്റിയും പെപ്പർ സ്പ്രേ അടിച്ചുമാണ് പ്രതികൾ യുവാക്കളെ പീഡിപ്പിച്ചത്.